പള്ളിയുടെ കല്ലറ പൊളിച്ച് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇല്ലേ? ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, സമാധി അടയാൻ പോയ ഒരാൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഷുഗറിന് മരുന്ന് കഴിച്ചിട്ട് പോയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ചൊവ്വാദോഷത്തിന് വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊവ്വാദോഷ പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആചാര്യന്മാരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഈ ഒരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നതേയില്ല. ശത്രുസംഹാര പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തവർ, അതേപോലെ കയ്യിൽ ഏലസും പിന്നെ അരയിൽ ഏലസും കെട്ടി നല്ല ഭർത്താവിനെ കിട്ടാനും കൂടുതൽ മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോഴും കൂടോത്രം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ഈ കുടുംബത്തിന്റെ അതേ മാനസിക നിലയിലുള്ള ആളുകളാണ്. നമ്മളെയൊക്കെ ചിരിപ്പിച്ചൊരു കാര്യമാണല്ലോ അല്ലെ? കഴിഞ്ഞ വർഷം പുറത്തു വന്നൊരു വാർത്ത, KPCC അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരന്റെ കട്ടിലും വീട്ടിലും ഉമ്മറത്തും ഈ കസേരയുടെ പുറകിലും ഒക്കെ കൂടോത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും കൂടി അന്വേഷിച്ചു പോയൊരു കഥയുണ്ട്. എന്നിട്ട് മാത്രമല്ലല്ലോ, ആൾരൂപങ്ങൾ എടുത്തു. എന്നിട്ട് കെ സുധാകരന്റെ ശരീരത്തിന്റെ മുഴുവൻ വിഷമത്തിന്റെയും കാരണം എന്ന് പറയുന്നത് ഈ ആൾരൂപങ്ങളും തെയ്യത്തിന്റെ മാതൃകയിലുള്ള രൂപങ്ങളൊക്കെയാണ് അവിടെ കുഴിച്ചിട്ടിരുന്നത്. അതൊക്കെ എടുത്തു ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ. പത്തനംതിട്ടയിൽ ഏതൊരു തന്ത്രിയെ കൊണ്ടുവന്നിട്ട് ഏതൊരു കർമ്മിയെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കുഴിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ പെട്ടുപോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഗോപൻ സ്വാമിയുടെ ഈ സമാധി വിഷയത്തിൽ, സമാധി എന്ന് പറയുന്ന അവരുടെ വിശ്വാസമായിരിക്കാം, പക്ഷേ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൗരൻ എങ്ങനെയാണ് മരിച്ചത് എന്നറിയാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ കല്ലറ പൊളിക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹമാണ്. ആ പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക എന്നതാണ്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം ആത്മഹത്യയാണോ, അത് കൊലപാതകമാണോ, അത് സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യം പറയേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഭാര്യയും മക്കളും കൂടി ചേർന്നിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് എവിടെയും സാധ്യമല്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ റോഡിൽ ഒരാൾ മരിച്ചാൽ, ആശുപത്രിയിൽ ഒരാൾ മരിച്ചാൽ അത് സ്ഥിരീകരിക്കണം. മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായ കാര്യം. അതൊരു ഡോക്ടർ നിർവഹിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഈ സംസ്കാര ചടങ്ങിലേക്ക് പോകാനൊക്കെയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ മരണം എന്ത് സ്ഥിരീകരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ സമാധിയിൽ സത്യം അറിയേണ്ടതുണ്ട്. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, അത് മറിച്ച് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ കാര്യം അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മളൊരു നിയമവ്യവസ്ഥയ്ക്കകത്താണ് ജീവിക്കുന്നത്. ആ നിയമവ്യവസ്ഥയിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. അത് ഫോളോ ചെയ്യാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വമുള്ളത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഇടപെട്ട് ഈ പറയുന്ന സമാധിയുടെ സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. ആ കുടുംബത്തിന് താരതമ്യേന വിദ്യാഭ്യാസപരമായും നിയമസാക്ഷരതയും കുറവുള്ള ഒരു കുടുംബമാണ്. ഞാൻ ഈ രണ്ടുപേരോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു, മകനോട് സംസാരിച്ചു. കാര്യമായ ഒരു അറിവും അവർക്കില്ല. ഈ ലോകത്തെക്കുറിച്ച് തന്നെ കൃത്യമായ ധാരണയില്ല. ഈ സമൂഹം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. അവർ പറയുന്ന ലൈവിൽ പറഞ്ഞ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ നാളെ വളരെ പ്രധാനപ്പെട്ട മൊഴികളായി വരാൻ പോകുന്നതാണ്. മൊത്തം അടിമുടി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാണ് പാവം അമ്മയും മകനും നൽകിയത്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന ക്ലാരിറ്റി, 11 കാലാകുമ്പോൾ മരിക്കുന്നു, ഒരു കുഞ്ഞ് നാട്ടുകാർ അറിയിക്കുന്നില്ല. മരിക്കുന്നത് സ്ഥിരീകരിക്കുന്നതാവട്ടെ മകനും അമ്മയും അത് സ്ഥിരീകരിക്കുന്നു. അതിനുള്ള പ്രത്യേക വൈദഗ്ധ്യം ഇളയ മകൻ നേടിയിട്ടുണ്ട്. പക്ഷേ അത് ശാസ്ത്രീയ വൈദഗ്ധ്യമല്ല. സമാധി അടയുന്നതിലുള്ള വൈദഗ്ധ്യം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വൈദഗ്ധ്യം നേടി ശാസ്ത്രീയമായ പരിശോധനയാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നത്. അതിലൊന്നാണ് ഈ പറയുന്ന വയറ് മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല എന്നുള്ളത് ശാസ്ത്രീയമായ യുക്തിയാണ്, അത് വിശ്വാസപരമായ യുക്തിയല്ല. മിടിപ്പ്, അതൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ്. ഈ രണ്ട് പരിശോധനയും അദ്ദേഹം നടത്തി ശാസ്ത്രീയമായ യോഗ്യതയില്ലാതെ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. ശ്വാസമില്ല എന്ന് പറഞ്ഞു. അതും വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, ശാസ്ത്രത്തിന്റെ വിഷയമാണ്. അപ്പം ശാസ്ത്രീയമായിട്ടാണ് അയാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, യുക്തിപരമായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അടുത്ത ഘട്ടം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ റിലേ പോകുന്നു. അദ്ദേഹത്തിന് പിന്നെ പറയുന്നത് ഇത് സ്ഥിരീകരിക്കേണ്ടത് ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ മരണം നടന്നാൽ നമ്മളല്ലേ സ്ഥിരീകരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് പ്രായമായ ഒരുപാട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ രാവിലെ മരിച്ചതായി കണ്ടാൽ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ നിങ്ങളുടെ മെമ്പറുടെ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ അവിടെ ആവശ്യമുണ്ട്. അപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതിനുള്ളൊരു നിയമവ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം, സമാധി അടയാൻ പോയ ഒരാൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഷുഗറിന് മരുന്ന് കഴിച്ചിട്ട് പോയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പൊടിയിരിക്കഞ്ഞ് കുടിച്ചിട്ടാണ് സമാധി അടയാൻ പോയത് എന്നും പറയുന്നു. ഇതൊക്കെ അതിനകത്തെ പ്രത്യക്ഷത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. തമ്മിൽ കണക്ട് ആവുന്നില്ല. പൊടിയരിക്കഞ്ഞി കുടിച്ച് പൂജ ചെയ്യാനായി ഒരു സ്വാമി പോകും. അല്ല, അത് പോകും. പക്ഷെ പൊടിയരിക്കഞ്ഞി കഴിച്ച് പൂജ ചെയ്യാനായിട്ട് പോകും. പൂജ ചെയ്തു. പക്ഷെ പൊടിയരിക്കഞ്ഞി കഴിച്ച് സമാധിയാവാൻ പോകത്തില്ല. ഇനി പൊടിയരിക്കഞ്ഞി കഴിച്ച് വിശപ്പുള്ളത് കൊണ്ട് സമാധിയാവുന്നതിന് മുൻപ് ആ വിശപ്പ് മാറാൻ വേണ്ടി പോയാൽ പോലും ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് കഴിച്ചിട്ട് പോകേണ്ടത് എന്തിനാണ്? സമാധിക്ക് ബ്ലഡ് പ്രഷറിന്റെ ഗുളികയുടെ പ്രസക്തി എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി, ഡോക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന മനുഷ്യർ അതേസമയം ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളെ എങ്ങനെ ബാംഗ്ലൂരുവിലെ ഒരു സെന്ററിൽ ഇരുന്ന് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമം നടത്താം
എന്ന് പറയുന്ന അതേ മനുഷ്യർ ഗ്രഹനില ചേരാത്തതിനെ കുറിച്ച് വിഷമിക്കുന്ന ഒരു നാട്ടിലായിരിക്കുന്നത്. രണ്ട് ഉപഗ്രഹങ്ങളെ ശൂന്യാകാശത്ത് വെച്ച് ചേർക്കാൻ മനുഷ്യൻ ശാസ്ത്രീയമായി ശ്രമിക്കുന്നത് ഒരു വശത്തും, ഗ്രഹനില ചേരാത്തതിനെ കുറിച്ച് കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ മറുഭാഗത്തും ജീവിക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായി ഇത് സംഭവിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മൾ പഠിക്കുന്ന പഠന രീതിയിൽ ഈ വ്യക്തികളെ രണ്ടുപേരും ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല, ഒട്ടും വിദ്യാഭ്യാസം ഇവർക്ക് കാര്യമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമല്ലേ, ഒരു മരണം നടന്നാൽ അതിൽ ഒരു അസ്വാഭാവികതയുണ്ടെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തേണ്ടത് എന്താ? പോസ്റ്റ്മോർട്ടമാണ്. ആ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇനി പള്ളിയുടെ കളർ വിളിച്ചിവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇല്ലേ? അഭയ കൊലക്കേസ് നമുക്കറിയാലോ എങ്ങനെയാണെന്ന്. അഭയ നടന്നതിന് ശേഷം എങ്ങനെയാണ് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നത്, എങ്ങനെയാണ് അത് തെളിയിച്ചത്, എങ്ങനെയാണ് സൈനൈഡ് കഴിച്ച ജോളിയുടെ കൊലപാതകത്തിന്റെ പരമ്പര കല്ലറ പൊളിച്ച് പുറത്തെടുത്തത് എങ്ങനെയാ? അപ്പൊ അവിടെയൊന്നും ഇല്ലാത്തൊരു പവിത്രതയും ആ അർത്ഥത്തിലില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ഭരണഘടനാ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാകേണ്ടത് ശാസ്ത്രീയമായ മനോവൃത്തിയാണ്, ശാസ്ത്രീയമായ നിങ്ങളുടെ മനോവിചാരങ്ങൾക്കൊപ്പം അന്വേഷണത്വരെയാണ്, മാനവികതയാണ്, സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം, അതേപോലെ റിഫോം, പരിഷ്കരണ ക്ഷമത, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഇതൊക്കെയാണ് നമ്മൾക്ക് കുട്ടികൾക്കും ഉണ്ടാകേണ്ടത്. അതല്ലാതെ കുട്ടികളെ ഏതെങ്കിലും സിദ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലല്ല. ALS കൊണ്ട് ഇന്നേ വരെ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. വൈദ്യന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നതിനും അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും പരിഹരിക്കപ്പെടാനും പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഏതെങ്കിലും മതവുമായിട്ട് കൂട്ടി യോജിപ്പിക്കാനും നമുക്ക് കഴിയില്ല. മതത്തിന് അതിൻ്റെതായ രീതിയും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിനെ ചൂഷണം ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങനെ ആൾദൈവമായിട്ട് ഉയർന്നു വരാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ മനുഷ്യർ കാണിക്കുന്നു, എന്തെല്ലാം കാര്യത്തിൽ. ഒരു സന്തോഷ് മാധവൻ അല്ലേ, അങ്ങനെ പേരുള്ള അല്ലേ, സന്തോഷ് മാധവൻ അല്ലേ, സന്തോഷ് മാധവൻ എന്ന പേരുള്ള ഒരു സ്വാമി ഒടുവിൽ ജയിലിൽ കിടന്നില്ലേ? എത്ര ആരാധകരായിരുന്നു സന്തോഷ് മാധവൻ ഉണ്ടായിരുന്നത്? കന്യാപൂജയായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. അവന് മരിച്ചുപോയി, പിന്നീട് പീഡിപ്പിക്കലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൾദൈവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അത് നിലവിൽ കർശനമായി നടപ്പാക്കാൻ ഈ രാജ്യത്ത് ഒരാൾ തീരുമാനിച്ചാൽ അത് ആൾദൈവങ്ങളുടെ പണി പൂട്ടും. മരിച്ചത് എന്റെ അച്ഛനല്ലേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ള ആംഗിളാണ് പ്രശ്നം. പക്ഷെ പ്രശ്നം മരിച്ചത് ഈ സ്റ്റേറ്റിലെ ഒരു പൗരനാണ്, സ്റ്റേറ്റിലെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായും ഒരു മരണം എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു വിഷയമാണ്. അത് ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് കാര്യം? ഈ കേസിന്റെ വാദി സ്റ്റേറ്റ്, അവിടെ സ്റ്റേറ്റിന്റെ നിയമമാണ് പാലിക്കപ്പെടേണ്ടത്. അവിടെ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരു സംശയം. പക്ഷേ അവിടെ ഒരു ഫെയിലിയർ ആയിരുന്നു. സബ് കളക്ടർ അല്ല, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. മാത്രമല്ല അതിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞാലും പോസ്റ്റ്മോർട്ടത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫോറൻസിക് പരിശോധന അതൊക്കെ വളരെ കൃത്യമായിട്ട് തെളിയും. മാത്രമല്ല അവിടെ സേഫ് ആയിട്ട് ബോഡി അവിടെ ഉണ്ടെങ്കിൽ. മാത്രമല്ല പോലീസ് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, കല്ലറയ്ക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ പോയിട്ട് അത് എടുത്തു മാറ്റാനൊന്നും കഴിയില്ല, മൊത്തം സീൽ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നൗ എ ക്രൈം സീൻ. ഇപ്പോൾ ഒരു സസ്പെക്ടഡ് ക്രൈം സീനായി മാറിക്കഴിഞ്ഞു. അതിന് സമാധി എന്ന് പറയണം എന്നുള്ളതായിരുന്നു അവരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, അങ്ങനെ ഒരു സ്ഥലമായിട്ട്. അപ്പം എന്തായാലും അക്കാര്യത്തിൽ സത്യം തെളിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.